ഇസ്രായേലിലെ ഡിസംബർ മാസത്തിൽ നടക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് ഹനൂക്ക തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹനൂക്ക തിരുനാളിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ ലൈവിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ദിവാലി, അതായത് ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഫെസ്റ്റിവലാണ് ദീപാവലി. അതുപോലെ തന്നെ ഇസ്രായേലിലെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അഥവാ ദീപങ്ങളുടെ ഉത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാചാരമാണ് ഹനൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ, അതായത് 2025 ഹനൂക്ക ജസ്റ്റ് അവസാനിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഹനൂക്ക എന്ന് പറയുന്ന തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിലെ ശത്രുക്കളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും ശത്രുക്കളുള്ള ഒരു ജനവിഭാഗമാണ് യഹൂദന്മാർ. അത്തരത്തിൽ യഹൂദൻ കണ്ട ശത്രുക്കളിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഹിറ്റ്ലറിനെ സമീപകാലത്ത് നമുക്ക് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹിറ്റ്ലർ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഇസ്രായേലിനെതിരായി നടത്തിയ ആക്രമണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ പണ്ട് ഇസ്രായേലിനെതിരെ വളരെ ശക്തമായൊരു ആക്രമണം നടത്തിയതായ ഒരു വ്യക്തിയാണ് സിറിയയിൽ നിന്നും എഴുന്നേറ്റ് വന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം ഏകദേശം 120 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ പറയുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു അധികാരത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വളരെ വലിയ യഹൂദ വിരുദ്ധനായിരുന്നു. അദ്ദേഹം ഇസ്രായേലിനെതിരായിട്ട് അല്ലെങ്കിൽ യഹൂദന്മാർക്കെതിരായിട്ട് വളരെ വലിയ ആക്രമണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഏകദേശം 40,000-ഓളം യഹൂദന്മാരെ അന്ത്യോക്യസ് എപ്പിഫാനസ് കൊന്നൊടുക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇദ്ദേഹം ജെറുസലേം എന്ന് പറഞ്ഞ യഹൂദന്മാരുടെ എല്ലാ കാലത്തുമുള്ള ഹോളി പ്ലേസ്, ഈ ജെറുസലേമിൽ വെച്ച് ഇദ്ദേഹം യഹൂദന്മാരെ കൊന്നൊടുക്കുക മാത്രമല്ല, യഹൂദൻ്റെ ഏറ്റവും പവിത്രമായ സ്ഥലമെന്നറിയപ്പെടുന്നതായ അവൻ്റെ യെരുശലേം ദൈവാലയത്തെ അദ്ദേഹം മലിനപ്പെടുത്തി. ആ യെരുശലേം ദൈവാലയത്തിനകത്ത് അവർക്കുണ്ടായിരുന്നൊരു പ്ലേസ് ഉണ്ട്. അകത്തല്ല, യെരുശലേം ദൈവാലയത്തിൻ്റെ പുറത്തൊരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് എന്ന് പറയുന്നത് യാഗപീഠം എന്ന് പറയും. അതായത് മൃഗങ്ങളെ യാഗം കഴിക്കാനായിട്ട് കിടത്തുന്ന സ്ഥലമാണ്. ഇത് ആലയത്തിൻ്റെ അകത്തല്ല, പുറത്താണ്. അപ്പോൾ ഈ പുറത്തുള്ളതായ യാഗപീഠത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് യഹൂദന് വെറുക്കപ്പെട്ട മൃഗമായ പന്നിയെ യാഗം കഴിക്കുകയും ഈ യാഗവസ്തു എടുത്ത്, അതായത് പന്നിയുടെ യാഗം കഴിച്ച സാധനങ്ങൾ എടുത്തുകൊണ്ട് ദൈവാലയത്തിൻ്റെ അകത്ത് കടന്ന് ഈ ദൈവാലയത്തിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നതായ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും ഇദ്ദേഹം മലിനീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം. സിറിയയിൽ നിന്നും എഴുന്നേറ്റ് വന്ന ഭരണകർത്താവായ അന്ത്യോക്യസ് എപ്പിഫാനസ്. ഇങ്ങനെ യഹൂദന്മാരെ അദ്ദേഹം ആക്രമിച്ചു. അവരുടെ യാഗപീഠത്തിന്മേൽ പന്നിയെ യാഗം കഴിച്ചു. ആ യാഗവസ്തു എടുത്ത് അവരുടെ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും കൊണ്ടുപോയി അവരുടെ ദൈവാലയത്തെ മലിനമാക്കി. അത് മാത്രമല്ല, ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇദ്ദേഹം ഇവരുടെ ദൈവാലയത്തിൽ ഒരു ബിംബം നാട്ടി. അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു ബിംബം നാട്ടിയിട്ട് യഹൂദന്മാരോട് നമസ്കരിക്കുവാനായിട്ടും ആവശ്യപ്പെട്ടു. അങ്ങനെയിരിക്കെ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഒരു പടയാളി ഒരു യഹൂദനോട് ഇത്തരത്തിൽ ഈ ബിംബത്തെ നമസ്കരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട സമയത്ത് ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു യഹൂദൻ ഈ ബിംബത്തെ നമസ്കരിക്കുകയുണ്ടായി. അപ്പോൾ സംഭവിച്ചത്, ഈ പുരോഹിതന്റെ പേരെന്ന് പറയുന്നത് മത്തിയാസ് എന്നാണ്. അപ്പോൾ മത്തിയാസ് എന്ന് പറയുന്ന പുരോഹിതന്റെ മുന്നിൽ വെച്ച് ഒരു യഹൂദൻ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ പടയാളിയുടെ ആവശ്യപ്രകാരം ഈ ബിംബത്തെ നമസ്കരിച്ചപ്പോൾ മത്തിയാസ് എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വലിയ കോപം ജ്വലിക്കുകയും അദ്ദേഹം ഈ ബിംബത്തെ നമസ്കരിക്കുവാൻ ആവശ്യപ്പെട്ട അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ പടയാളിയെയും അതോടൊപ്പം തന്നെ ബിംബത്തെ നമസ്കരിച്ചതായ യഹൂദനെയും കൊന്നുകളഞ്ഞു. അതേസമയം തന്നെ ഈ മത്തിയാസ് എന്ന് പറയുന്ന പുരോഹിതനും കൊല്ലപ്പെട്ടു. ഇങ്ങനെ വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെ ജെറുസലേമിൻ്റെ പ്രദേശം, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശം, ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനോടും അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടുമുള്ള ബന്ധത്തിൽ വളരെ പ്രശ്നമുഖരിതമായിട്ട്
പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മത്തിയാസ് എന്ന് പറയുന്ന പുരോഹിതൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് ജൂഡിയസ് മക്കാബിയ. അപ്പോൾ ഈ ജൂഡിയസ് മക്കാബിയ ഈ വാർത്ത അറിഞ്ഞ് ഇദ്ദേഹം ഇതിനെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയും അന്ത്യോക്യസ് എപ്പിഫാനസിനെയും എപ്പിഫാനസിൻ്റെ സൈന്യത്തെയും നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്നതായ ജൂഡിയസ് മക്കാബിയ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യത്തെ നേരിട്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ആ സൈന്യത്തെ ചെറുത്തു നിൽക്കുകയും ആ സൈന്യത്തെ തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കുകയും ജെറുസലേമിൻ്റെ പ്രദേശത്തെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യം പരാജയപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ഈ പറയുന്നതായ ജൂഡിയസ് മക്കാബിയസിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം സംഭവിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പന്നിയെ ജെറുസലേം ദൈവാലയത്തിൻ്റെ അകത്ത് യാഗം കഴിച്ചതോടുകൂടി ഇവരുടെ ദൈവാലയം മലിനപ്പെട്ടു കഴിഞ്ഞു. യഹൂദന്മാർ അവരുടെ ഏറ്റവും പവിത്രമാണെന്ന് വിശ്വസിക്കുന്ന, ഏറ്റവും പുണ്യസ്ഥലമാണെന്ന് വിശ്വസിക്കുന്ന പ്രദേശമാണ് ഈ പറയുന്നതായ ജെറുസലേം ദൈവാലയം. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് അവർക്കൊരു ആലയമില്ല. അതേസമയം AD 70 വരെ ഇങ്ങനൊരു ആലയം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരുടെ പവിത്രമായ ദൈവാലയം മലിനപ്പെട്ടപ്പോൾ ആ ദൈവാലയത്തെ അവർക്ക് ശുദ്ധീകരിച്ചെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ദൈവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒലിവെണ്ണയാണ്. അപ്പോൾ ഈ ഒലിവെണ്ണ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ എണ്ണ മാത്രമേ ഈ പറയുന്ന യഹൂദന്മാരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു ദിവസത്തെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഇവർ രണ്ടും കൽപ്പിച്ച് ഈ ദൈവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ ദൈവാലയത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതായ കവരവിളക്ക് അഥവാ മെനോറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇസ്രായേൽ റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിളൊക്കെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു 8 ലൈറ്റുകളുള്ളതായ ഒരു കവരവിളക്ക്, മലയാളത്തിൽ കവരവിളക്ക് എന്ന് പറയും, അതായത് മെനോറ. അപ്പോൾ ഈ മെനോറയിൽ ഒരു ദിവസം ഒഴിക്കുവാൻ മാത്രമുള്ള എണ്ണയുണ്ടായിരിക്കെ ഈ ഒരു ദിവസത്തെ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഈ മെനോറ കെട്ടുപോകാതെ 8 ദിവസം നിൽക്കുകയും ഈ 8 ദിവസം കത്തി നിന്ന മെനോറയുടെ സാന്നിധ്യത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസിനെയും ആ എപ്പിഫാനസിൻ്റെ സൈന്യത്തെയും യഹൂദന്മാർക്ക് നേരിടാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ കെട്ടുപോകാത്ത മെനോറ യഹൂദന് ഒരു വിജയത്തിൻ്റെ പ്രതീകമായിട്ട് ഇവർ കാണുകയും ചെയ്തു. ഇതേ സമയം തന്നെ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ സൈന്യം പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും അന്ത്യോക്യസ് എപ്പിഫാനസ് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് കടന്നു വരുന്നു. ഇങ്ങനെ കടന്നു വന്ന അന്ത്യോക്യസ് എപ്പിഫാനസിന് പിന്നീട് യഹൂദന്മാരെ ആക്രമിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം അദ്ദേഹം രണ്ടാമത്തെ ആക്രമണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പുഴുക്കൾക്കും കൃമികൾക്കും ഇരയായിട്ട് മരണപ്പെട്ടു എന്നുള്ളതുമാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ സിറിയയിൽ നിന്നും ഉദയം ചെയ്തു വന്ന യഹൂദൻ കണ്ട ഹിറ്റ്ലറിനെ പോലെ തന്നെയുള്ളതായ ഒരു യഹൂദ വിരോധിയായ ഏതാണ്ട് 2100 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരെ അതുപോലെ പീഡിപ്പിച്ച 40,000-ഓളം യഹൂദന്മാരെ കൊന്നുകളഞ്ഞ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്നതായ സിറിയൻ ഭരണാധികാരി തങ്ങളെ ആക്രമിക്കുകയും ആ ആക്രമണത്തിൽ നിന്ന് വളരെ വലിയ ക്ഷീണത്തിന് ശേഷം യഹൂദന്മാർ മടങ്ങി വരികയും ആ മടങ്ങി വരവിന് ഒരു ദിവസത്തെ എണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 8 ദിവസം കത്തി നിന്നതായ ആ മെനോറയുടെ സാന്നിധ്യം ഒരു അത്ഭുതകരമായിട്ട് അവർ വിശ്വസിക്കുകയും അതിനുശേഷം ഓരോ വർഷവും ഇതേ സമയത്ത്, അതായത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിലെ ഡിസംബർ മാസത്തിൽ ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നതായ സമയത്ത്, ഇന്നും നാളെയൊക്കെ ആയിട്ടാണല്ലോ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്, അതിന് മുമ്പ് തീരുന്ന രീതിയിൽ ഏകദേശം 8 ദിവസം നീണ്ടു നിൽക്കുന്നതായ ഒരു ഫെസ്റ്റിവലാണ് ഈ പറയുന്നതായ ഫെസ്റ്റിവൽ ഓഫ് ഹനൂക്ക അഥവാ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷൻ എന്നറിയപ്പെടുന്നതായ ഈ തിരുനാൾ. അപ്പോൾ എല്ലാ വർഷവും ഇതേ ദിവസം ഇവരുടെ ഭവനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കുന്നതായ സിനഗോഗുകളിലെല്ലാം ഈ പറയുന്നതായ മെനോറ ഒരു ദിവസം ഒരു ലൈറ്റ്, രണ്ടാമത്തെ ദിവസം 2 ലൈറ്റ്, മൂന്നാമത്തെ ദിവസം 3 ലൈറ്റ്, ഇങ്ങനെ 8ാമത്തെ ദിവസം 8ാമത്തെ ലൈറ്റും കത്തിച്ചുകൊണ്ട് ഇവരുടെ ഹനൂക്ക തിരുനാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇതിന് വളരെ വലിയ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു സ്റ്റോറിയാണ്, ചരിത്രമാണ്. അലക്സാണ്ടറിന് ശേഷം വന്നതായ ഒരു ഭരണാധികാരിയാണ് ഇത്തരത്തിൽ യഹൂദനെതിരായിട്ട് യുദ്ധത്തിന് കടന്നു വന്നത്. സാമ്രാജ്യങ്ങളുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോയ സാമ്രാജ്യം ബാബിലോൺ സാമ്രാജ്യം യഹൂദനെ ഇസ്രായേലിൽ കടന്നു വന്ന് ആക്രമിച്ചു, യുദ്ധം ചെയ്തു, കീഴടക്കി, ബാബിലോണിൻ്റെ മണ്ണിൽ 70 വർഷം അടിമകളാക്കി.
ബാബിലോൺ സാമ്രാജ്യം പോയതിനു ശേഷം പിന്നെ വന്ന സാമ്രാജ്യം മേദ്യരുടെയും പാഴ്സികളുടെയും സാമ്രാജ്യം, മെദീവ്സ് ആൻഡ് പേർഷ്യൻസ്. അതിനുശേഷം വന്ന സാമ്രാജ്യം അതാണ് മഹാനായ അലക്സാണ്ടറുടെ സാമ്രാജ്യം. തൻ്റെ 33-ാമത്തെ വയസ്സിൽ ലോകത്തിൻ്റെ ഔന്നത്യത്തിൽ തൻ്റെ സാമ്രാജ്യത്തെ എത്തിച്ച നിമിഷം മാസിഡോണിയയിലെ ഫിലിപ്പിൻ്റെ മകനായ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യത്തെ അഥവാ യവന സാമ്രാജ്യത്തെ ലോകത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിച്ച നിമിഷമാണ് അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തകർന്നു പോകുന്നത്. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തകർന്നപ്പോൾ പകരം ഉദിച്ചു വന്ന 4 സാമ്രാജ്യങ്ങളിൽ ഒരു സാമ്രാജ്യമാണ് ഈ പറയുന്നതായ സിറിയയുടെ പ്രദേശം ഉൾപ്പെടെയുള്ളതായ ആ മേഖല കൈകാര്യം ചെയ്തത്. ആ മേഖലയിൽ നിന്നുമാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന കടുത്ത യഹൂദ വിരോധി അലക്സാണ്ടറുടെ മരണശേഷം 120 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലേക്ക് കടന്നു വന്ന് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്ത് 40,000 യഹൂദന്മാരെ കൊന്നൊടുക്കുകയും അതിനുശേഷം നടന്നതായ ആ സംഭവ ബഹുലമായ നിമിഷങ്ങൾക്കൊടുവിൽ യഹൂദന്മാർ അദ്ദേഹത്തെ നേരിടുകയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നേരിടുകയും തുടർന്ന് മടങ്ങി വന്ന് തങ്ങളുടെ പ്രദേശത്തെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്നതായ ഹനൂക്ക തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ചരിത്രം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ഹിസ്റ്ററിയിൽ പരിശോധിക്കുമ്പോൾ വളരെ രസകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ ഹനൂക്കയുടെ ചരിത്രം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇത് അവരുടെ റിലീജിയസ് പുസ്തകങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടുള്ളതായ ഒരു ഫെസ്റ്റിവൽ അല്ല. ലൈക്ക് നമ്മുടെ പെസഹ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അതുപോലുള്ളതായ ധാരാളം ധാരാളം ആഘോഷങ്ങൾ ഇസ്രായേലിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള ആഘോഷങ്ങളിൽ വരുന്നുണ്ട്. ഇതും അവരുടെ റിലീജിയൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അവരുടെ ഇന്ന് തകർന്നു പോയ പണ്ടുണ്ടായിരുന്ന ജെറുസലേം ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഹോളി പ്ലേസായ ജെറുസലേമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ പറയുന്ന റിലീജിയസ് ബുക്കുകളിലൊന്നും അധികം വലിയ പരാമർശങ്ങളൊന്നും ഈ പറയുന്ന ഫെസ്റ്റിവൽ ഓഫ് ഹനൂക്കയുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കൂടി ഞാൻ ഈ സാന്ദർഭികവശാൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹനൂക്ക തിരുനാളെന്ന അല്ലെങ്കിൽ യഹൂദൻ്റെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഈ ലൈവിൽ കടന്നു വന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ ലൈവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ടും ഞാൻ ഈ ലൈവിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. Thanks for watching. Bye.